നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമുക്ക് നല്ല കാറുണ്ട്, നല്ല 2 നില വീടുണ്ട്, അതുപോലെ 2 നല്ല മക്കളുണ്ട്, അതുപോലെ ആരോഗ്യമുള്ളൊരു ജീവിത പങ്കാളിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ആരോഗ്യമില്ല. നമുക്ക് വ്യായാമത്തിൻ്റെ കുറവുകൊണ്ട് ഷുഗർ വരിക, ഇല്ലെങ്കിൽ ഷുഗറിൽ സംബന്ധിക്കുന്ന ഗുളിക കഴിച്ച് മറ്റേ സൈഡ് എഫക്റ്റ് എന്ന് വേറെ അസുഖങ്ങളിലോട്ട് ചെല്ലുക. അപ്പോൾ ഇതെല്ലാം ഈ വ്യായാമം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കിതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വ്യായാമം ആ 1 മണിക്കൂർ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആ 1 മണിക്കൂറുള്ള വ്യായാമം ഒഴിവാക്കരുത്. വ്യായാമം ഉണ്ട് എങ്കിൽ വരാനുള്ള നമ്മളെ ശരീരത്തിൽ ഉണ്ടാകാൻ ചാൻസുള്ള ഈ ചില അസുഖങ്ങൾ, അതിൽ മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെയും പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖമാണ് ഷുഗർ. ഈ ഷുഗറിനെ ചേർത്ത് തോൽപ്പിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വരാതിരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് വ്യായാമം. വ്യായാമം ചെയ്യുകയും ആഹാരം ക്രമീകരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമുക്ക് ഷുഗറിൻ്റെ അസുഖം വരില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ വ്യായാമ കുറവുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഷുഗർ എന്നുള്ള രോഗം വരെയും. ആ ഷുഗറിന് കഴിക്കുന്ന മരുന്നുകളുടെ മറ്റ് സൈഡ് എഫക്റ്റാണ് വേറെ അസുഖങ്ങൾ കൂടുതൽ നമ്മളെ ബാധിച്ച് നമ്മൾ കിടപ്പിലാവുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷേ നമുക്ക് ആരോഗ്യമില്ല. ഈ ആരോഗ്യമില്ലാത്ത ഒരാളും അംഗീകരിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്കിപ്പോൾ ഒരു വീട്ടിൽ 2 നില വീടാണ്, എൻ്റെ മുകളിൽ കയറി ബാൽക്കണിയിൽ ഇരുന്ന് നമ്മളെ വീടിൻ്റെ 4 ചുറ്റുപാടൊന്ന് വീക്ഷിക്കാനോ, ഇല്ലെങ്കിൽ നമ്മളെ പിള്ളേരുമായിട്ട് വൈഫുമായിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്വന്തമായി കാർ ഓട്ടിച്ച് പോയി ഒരു സ്ഥലത്ത് പോയി കാണാനോ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു പ്രോഗ്രാമിന് പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മൾ നിസ്സഹായനായിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ പങ്കെടുക്കാക്കൂല. അഥവാ പങ്കെടുത്താൽ തന്നെ പലരും വന്ന് നമ്മൾ ആദ്യം ചോദിക്കുന്നത്, നിൻ്റെ അസുഖം എങ്ങനെയുണ്ട്, നിൻ്റെ അസുഖം എങ്ങനെ കുറവഞ്ഞോ, നീ ഇപ്പോഴും എങ്ങനെയാണ്, നീ ഗുളിക കഴിക്കുന്നുണ്ടോ, ഡോക്ടറെ കാണുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളോട് അവർ ചോദിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരു രോഗി എന്നുള്ള ആ ഒരു ലേബലിൽ ജീവിക്കാൻ പാടില്ല. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗം വ്യായാമം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ 1 മണിക്കൂർ വ്യായാമം ചെയ്താൽ എന്താണ് ഇത്രയും പ്രശ്നമെന്നാണ് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത്. നമുക്കെല്ലാ സൗഭാഗ്യമുണ്ട്. ഇന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ 5ഉം 6ഉം ജിമ്മുകളുണ്ട്. പണ്ടത്തെ പോലെയല്ല, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരുപാട് ജിമ്മുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി 1 മണിക്കൂർ വ്യായാമം ചെയ്തുകൊണ്ട് യാതൊരു നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ വ്യായാമം ചെയ്യാതെ ഉണ്ടാക്കി വയ്ക്കുന്ന ഇങ്ങനെ ചിലവാകുന്ന ചെയ്യുന്ന കാശ്, അത് വേറെ ഒരു ഭാഗത്തിൽ നമുക്ക് വെറുതെ നമ്മുടെ ശരീരത്തിന് ഗുളിക വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി ഗുളിക വാങ്ങിച്ച് തീർക്കാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അല്ലെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സമയമില്ല എന്ന് പറഞ്ഞാൽ നമുക്കിനിയിപ്പോൾ വ്യായാമം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. 24 മണിക്കൂറേ നമുക്കെന്നുള്ള 24 മണിക്കൂർ 21 മണിക്കൂർ നമുക്ക് 23 മണിക്കൂർ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോളാം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളൂ. അത് 45 മിനിറ്റ് മതി. ഈ 45 മിനിറ്റ് നമുക്ക് വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവരാണ് പല അസുഖങ്ങളും വന്ന് ആശുപത്രിയിൽ പോയി മാസങ്ങളോളം കിടക്കുകയാണ്. അപ്പോഴേ അവർക്ക് എങ്ങനെയാണ് സമയം കിട്ടുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ ആശുപത്രിയിൽ പോയി കിടക്കാൻ സമയമുണ്ടല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തത്? അപ്പോൾ ആശുപത്രിയിൽ പോയി കിടന്ന് സമയം കളയാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ 1 മണിക്കൂർ ഇവിടെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആണുങ്ങളെപ്പോലെ നല്ല അന്തസ്സായിട്ട്, നമുക്ക് ആണായാലും പെണ്ണായാലും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ആരോഗ്യം അത്യാവശ്യ ഘടകം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് നമ്മളെ പറ്റിയല്ലല്ലോ, അത് ആണുങ്ങൾക്കല്ലേ. ആണായാലും പെണ്ണായാലും അത് ആരോഗ്യം അത്യാവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ ആ വ്യായാമം ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്കിപ്പോൾ വ്യായാമം ചെയ്യാനുള്ള സമയമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വ്യായാമം ഒട്ടും ചെയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ സമയമില്ലെന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം, അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ പറ്റും. എന്നാലെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യണം. നമ്മുടെ വീട്ടിൽ എല്ലാ സൗഭാഗ്യവും ഉണ്ട്, നമുക്ക് പണത്തിന് ഒരു കുറവുമില്ല, അതിലെല്ലാ ഭാഗ്യവും ഉണ്ട്. പക്ഷേ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ ആരാ അംഗീകരിക്കുന്നത്? നമ്മൾ ഒന്നുമല്ല. ആരോഗ്യമില്ലാത്ത ഒരാളുടെ വീട്ടിൽ ഒരു പാമ്പ് വന്ന് കയറിയെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു പേപ്പട്ടി വന്ന് കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എൻ്റെ കട്ടിലിൻ്റെ മണ്ടേ കയറി ഒളിച്ചിരിക്കും. അപ്പോൾ പിള്ളേർ ചോദിക്കും, കിടന്ന് വെള്ളം വയ്ക്കും. പക്ഷേ അടുത്തുള്ള അങ്കിളിനെ വിളിക്കട്ടെന്ന് ചോദിക്കും. അടുത്തുള്ള അങ്കിൾ വന്ന് നമ്മളെ വീട്ടിൽ എന്തിനാണ് ഹീറാവണത്? അപ്പോൾ ആ പാമ്പിനെ ഓടിക്കാനും പേപ്പട്ടിയെ ഓടിക്കാനുള്ള ആരോഗ്യം നമുക്ക് വേണ്ടേ? നമ്മളൊരു ആണായിട്ട് അവിടെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മറ്റുള്ള അങ്കിളുമാർ വന്ന് എന്തിനാണ് ഹീറോ ആവണത്? അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളെ വീട്ടിലെ ഹീറോ.
അങ്ങനെ നമ്മുടെ വീട്ടിലെ ഹീറോ ആവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമുക്ക് ആരോഗ്യം വേണം. അപ്പോൾ ആരോഗ്യമില്ലാതെ നമുക്ക് എങ്ങനെ ഹീറോ ആകാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വ്യായാമം ചെയ്യണം. നിങ്ങൾ വ്യായാമം ചെയ്ത് നമ്മളെ കുടുംബം, നമ്മൾ നാട്ടുകാരെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി അത് നമ്മളെ വീട്ടിലെ കാര്യം നോക്കിയിട്ട് ചെയ്താൽ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാർ, അപ്പോൾ നമ്മളെ വീട്ടിലൊരു ആവശ്യം വന്നാൽ നമ്മളല്ലാതെ പിന്നെ വേറെ ആരുണ്ട്? നമ്മൾ അടുത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ആരോഗ്യം സംരക്ഷിച്ച് വ്യായാമത്തിൽ കൂടി ആരോഗ്യം സംരക്ഷിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കൊരു അംഗീകാരം കിട്ടും. അത് യാതൊരു സംശയം വേണ്ട. മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരും നിങ്ങൾ സമയം കണ്ടെത്തി എത്രയോ മണിക്കൂറോളം നിങ്ങൾ മദ്യപിക്കാൻ വേണ്ടി സമയം കളയുന്നു. അതുപോലെ ശരീരത്തിന് ദോഷമുള്ള പുകവലിക്കാൻ വേണ്ടി നിങ്ങൾ എത്രയോ രൂപ ചിലവാക്കുന്നു. നിങ്ങൾ മൊബൈലിൽ എത്രയോ സമയം നിങ്ങൾ കുത്തി ഇരുന്ന് ഓരോ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രയോ സമയം എടുക്കണം. പിന്നെന്താ നിങ്ങൾക്ക് വ്യായാമം ചെയ്തു കൊടുത്തത്? അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 24 മണിക്കൂറിന് പോലെ 26 മണിക്കൂറാക്കി തരണോ? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. സമയമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ നമ്മളെ രാഷ്ട്രപതിക്കൊരു ഭീമ ഹർജി കൊടുക്കും. ചിലപ്പോൾ പുള്ളി അദ്ദേഹം ഒരു പക്ഷേ നിങ്ങൾക്കത് 27 മണിക്കൂറാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു 2-3 മണിക്കൂർ കിട്ടിയല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ പറ്റിയെന്നിരിക്കും. എന്തിനാണ് ഇങ്ങനെ മുടന്ത ന്യായം പറഞ്ഞ് നിങ്ങളിരിക്കുന്നത്? നമുക്ക് 24 മണിക്കൂറേ കിട്ടത്തുള്ളൂ. അങ്ങനെയേ ഉള്ളൂ. അത് പ്രകൃതിയാണ്. അത് ആ 24 മണിക്കൂർ നിങ്ങൾക്ക് 1 മണിക്കൂർ വ്യായാമം ചെയ്യാതെ നിങ്ങൾ മുടന്ന ന്യായങ്ങളും പറഞ്ഞ് മൂടിപ്പോതിച്ചിറങ്ങി നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ വ്യായാമത്തിൻ്റെ ദോഷം നിങ്ങൾ മനസ്സിലാക്കും, വ്യായാമം ചെയ്യാത്തതിൻ്റെ ദോഷം. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് ഇത്ര പറയാനുള്ള കാര്യം, പല വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മൾ പല ആൾക്കാരെ കാണുമ്പോഴും പല ആൾക്കാരോട് പരിചയപ്പെടുമ്പോഴും അവർ പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരന് വയ്യ, പുള്ളിക്കാരന് സുഖമില്ല. ഈ സുഖമില്ലാതാകുന്നത് എങ്ങനെ? അമിതമായ മദ്യപാനവും പുകവലിയും അതുപോലെ വ്യായാമക്കുറവും. ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരാൾക്ക് അസുഖം കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കാനാണ് ഞാനിത് നിങ്ങളോട് ഇത്രയും പറയുന്നത്. 1 മണിക്കൂർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം ചെയ്യണം. വ്യായാമത്തിൽ കൂടെ നിങ്ങൾക്ക് ഗുണമല്ലാതെ ഒരു ദോഷവും ഉണ്ടാവില്ല. അടുത്തുള്ള വീട്ടിലെ അങ്കിളുമാരെ നമ്മളെ വീട്ടിൽ വിളിച്ച് ഹീറോ ആവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെപ്പോഴും നമ്മളെ വീട്ടിലെ കാര്യസ്ഥൻ നമ്മൾ തന്നെ ആയിരിക്കണം. അതിനുള്ള ആരോഗ്യം നിങ്ങൾ സംരക്ഷിച്ച് വയ്ക്കണം. ഭാര്യയെയും മക്കളെയും നമ്മൾ ഉപയോഗിക്കുന്ന കാറും അതുപോലെ നമ്മുടെ വീടും ഇതെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതിനുള്ള ഒരേ ഒരു മാർഗം വ്യായാമമാണ്. നിങ്ങൾ വ്യായാമം ചെയ്ത് നിങ്ങൾ ശരീരം നല്ല സൂക്ഷിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിക്ക് അത് ഭയങ്കര സന്തോഷമാണ്. ആണുങ്ങൾക്ക് ആരോഗ്യമുള്ളത് അവരുടെ ജീവിത പങ്കാളിക്ക് ഭയങ്കര സന്തോഷം കൊടുക്കുന്നൊരു കാര്യം തന്നെ, അതിനൊരു സംശയം വേണ്ട. പിന്നെ നമ്മളെ ഈ പങ്കാളി ഭാര്യമാരോട് പറയാനുള്ളത് എനിക്കിത്രയേ ഉള്ളൂ. നിങ്ങൾ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഹസ്ബൻഡിനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയായ ഭർത്താവിന് ഒരു വ്യായാമം ചെയ്യാനുള്ള ഒരു താല്പര്യത്തിലൂടെ നിങ്ങൾ കടത്തിവിടുന്നില്ല? പല വീടുകളിലും കല്യാണത്തിന് മുൻപ് വരെ നമ്മളെ ജിമ്മിൽ വന്ന് തന്നെ പല പിള്ളേരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല ബോഡി ഉണ്ടായി കഴിയുന്നവർ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവർ വരുന്നില്ല. അപ്പോഴും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ അത് ചേട്ടാ അത് അവൾക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ്, അവൾ പറഞ്ഞു ഇനി എന്തിന് ജിമ്മിൽ പോകണം എന്നൊക്കെയാണ് നമ്മോട് ചോദിക്കുന്നത്. ഞാൻ അതിനെന്താ മറുപടി പറയാൻ? അപ്പം ഞാൻ എനിക്കിപ്പോൾ ഇതിൽ കൂടെ പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഹസ്ബൻഡിന് ആരോഗ്യകാര്യം മറ്റു കാര്യങ്ങളും ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നിങ്ങളെ ഭർത്താവിന് ആരോഗ്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 4 പേരുടെ ഇടയിൽ കൊണ്ടുപോകുമ്പോൾ പുള്ളിക്ക് നല്ല ആരോഗ്യമുണ്ട്, ആഴ്ചയിൽ നല്ല മസിലുണ്ട്, അല്ലെങ്കിൽ അതൊന്നുമല്ല ഞാൻ പറയണത്. ജിമ്മിൽ പോകണമെന്നും അല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമം, നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ വരുന്ന രീതിയിൽ നമ്മുടെ ശരീരം ഫിറ്റാണ്, നമ്മളെ ബോഡി കണ്ടീഷനാണ്, നമുക്ക് എൻ്റെ വീട്ടിലൊരു ആവശ്യം വന്നാൽ എനിക്കതിനുള്ള ശരീരത്തിനുള്ള ആംബിയറുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വ്യായാമം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന രീതിയിലുള്ള ആരോഗ്യം, അത് മതി. അല്ല ആരും 6 പാക്ക് ഉണ്ടാക്കണം, ഭയങ്കര മസിൽ മാൻ ആവണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ തീർച്ചയായിട്ടും രാവിലെ വിളിച്ചുണർത്തി അവരെ ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വ്യായാമം ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു വിട്ടേ പറ്റൂ. ഇനി വ്യായാമം ഇല്ലാത്ത ഒന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നിരിക്കുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കിനി വ്യായാമം ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ഈ ആഹാരത്തിൽ തന്നെ ഒരുപാട് വിഷാംശങ്ങളുള്ള ആഹാരമാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നത്. ഇതെല്ലാം പുറത്ത് അതിൻ്റെ വിഷാംശങ്ങൾ പുറത്ത് പോയി നമ്മുടെ ശരീരം സുഖമുണ്ടായി മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ ഇനി ഒരേ ഒരു മാർഗ്ഗം വ്യായാമമേ ഉള്ളൂ. വ്യായാമം നിങ്ങൾ മുറുകെ പിടിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം.
ദൈനംദിനം നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ വ്യായാമത്തെ കൂടുതൽ നമ്മൾ അടുപ്പിക്കണം. വ്യായാമം ചെയ്തുകൊണ്ട് യാതൊരു ദോഷവും നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു സംഭവമാണ് വ്യായാമം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖം ഉണ്ടാകുന്നതാണ് വ്യായാമം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ വ്യായാമം ചെയ്യാൻ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും പെണ്ണുങ്ങൾ നിർബന്ധിച്ച് വ്യായാമം ചെയ്യിപ്പിക്കണം. അതുപോലെ പെണ്ണുങ്ങൾക്ക് ആവശ്യത്തിലുള്ള വ്യായാമം കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയും ഏതെങ്കിലും ഒരു ജിമ്മിൽ വിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ വിട്ട് നിങ്ങൾ വീട്ടിലെങ്കിലും, ഇല്ലെങ്കിൽ നമ്മളിവിടെ ഓരോ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ എപ്പിസോഡിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുറച്ച് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വ്യായാമങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായിട്ടും എല്ലാവരും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളായിട്ട് കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നമുക്ക് ഇനിയൊരു ഒരാളിനും വ്യായാമക്കുറവ് കൊണ്ട് ഒരു അസുഖം വരരുത് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഭ്യർത്ഥന. നിങ്ങളെല്ലാവരും 1 മണിക്കൂർ വ്യായാമം ചെയ്ത് നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്കിപ്പോൾ ഈ അവസരം ഇതേ നിങ്ങളോട് പറയാനുള്ളൂ.